ഇന്ന് നൈനക്കുട്ടിയുടെയും നൈഹുക്കുട്ടീൻ്റെയും സ്കൂളിലേക്ക് ഒന്ന് പോകണം കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരത്തെ എണീച്ചു. ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പുട്ടിന് വലിയ കറിയൊന്നുമില്ല. വന്നിട്ടുള്ള പിറ്റേ ദിവസം നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പിറ്റേ ദിവസം ആയതുകൊണ്ട് പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്ന് കുറച്ച് പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് പഞ്ചസാരയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ആർമി സ്കൂളിലേക്കാണ് പോയത്. നൈഹുക്കുട്ടീനെ ഇവിടെ നഴ്സറിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് 7ാം തീയതി ക്ലാസ് തുടങ്ങി. ഫസ്റ്റ് ഡേ ഒന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. ഇനി നാളെ തൊട്ട് വിടണം അവളെ. പിന്നെ നൈനുക്കുട്ടീനെ സ്കൂളിലൊന്ന് പോയിട്ടോ. നൈനുക്കുട്ടിയെ ക്ലാസ് തുടങ്ങി ഏപ്രിൽ 1ാം തീയതി ക്ലാസ് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവളുടെ ക്ലാസ്സിലേക്ക് ഒന്ന് പോയിട്ട് ക്ലാസ് ടീച്ചറെ കണ്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നൈനുക്കുട്ടിയുടെ യൂണിഫോമും ബുക്സൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടോ. നഴ്സറിയിൽ ഞാൻ വിചാരിച്ചത് വലിയ ബുക്കൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഇത് എന്തൊരു ബുക്കാണ്! 17,000 രൂപയുടെ ബുക്കാണ് കേട്ടോ അവൾക്ക് പഠിക്കാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലത്തെ നഴ്സറി സ്കൂൾ പോലെയൊക്കെ ആയിരിക്കുന്നു. അല്ല കേട്ടോ, അതല്ല. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മീൻ വറുത്തതും പിന്നെ അടുത്ത ഇവിടുത്തെ കോട്ടേഴ്സ് ചേച്ചി തലേദിവസം തന്ന നമ്മുടെ ചമ്മന്തിയും രസമൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ വൈകുന്നേരമായി.